ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രജനീകാന്ത് വീണ്ടും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചില സംശയങ്ങളുണ്ട്. ഇപ്പോ സിനിമാ നടനായ വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്നു. MGRന് ശേഷം ഒരു സിനിമാക്കാരൻ കൂടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അണ്ണാമലൈ BJP വിട്ടിട്ട് പുതിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഇതിന് രജനീകാന്തിന്റെ പിന്തുണ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. കഴിഞ്ഞ ദിവസം അണ്ണാമലൈയുടെ മൂവ്മെന്റിന് രജനീകാന്തിന്റെ മരുമകൻ വിശാഖൻ പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത, രജനീകാന്തിന്റെ ഭാര്യ ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും താഴെ തട്ടിൽ തൊട്ട് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, ലതാ രജനീകാന്ത് എന്ന് പറയുന്നു. എന്താണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ, നേരത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നാടകീയമായി പിന്മാറിയ ആളാണ് രജനീകാന്ത്. ഇപ്പോൾ അണ്ണാമലയെ മുൻനിർത്തി ഒരു കളി കളിക്കാനുള്ള നീക്കം രജനീകാന്ത് നടത്തുന്നുണ്ടോ? ഈ രജനീകാന്തും അണ്ണാമലയായിട്ട് എന്തെങ്കിലും ഒരു അലയൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. BJP ആയിട്ട് നല്ല ബന്ധമാണല്ലോ രജനീകാന്തിന്. രജനീകാന്തിന് BJP ആയിട്ടും കോൺഗ്രസ് ആയിട്ടും DMK ആയിട്ടും നല്ല ബന്ധമാണ്. കാരണം നല്ല ഒന്നാമതൊരു ഒരു നടനാണല്ലോ അദ്ദേഹം. ആരുടെ ഈ നമ്മുടെ മലയാള നാടകത്തിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ കാലടി ഗോപിയുടെ ഒരു കഥാപാത്രമുണ്ട്, പാഷാണം വർക്കി. അപ്പൊ രജനീകാന്ത് ഒരു പാഷാണം വർക്കിയുടെ തമിഴ് രൂപമാണ്. കാരണം കൂടി ചെയ്ത് അതെ 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 നമ്മളൊക്കെ കേട്ടിട്ടുള്ള വളരെ സാത്വികനായ ഒരു മനുഷ്യൻ എന്നൊക്കെയാണല്ലോ. സാത്വികനൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, സാത്വികനാവല്ലോ. ഈ പറഞ്ഞ പോലെ എന്താ, ആരെയും വെറുപ്പിക്കില്ല രജനീകാന്ത്. ആരെയും, എല്ലാവരോടും സ്നേഹമാണ്. ഇപ്പം നരേന്ദ്രമോദിനെ വാനോളം പുകഴ്ത്തും, അതേപോലെ തന്നെ സ്റ്റാലിനെയും പുകഴ്ത്തും, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിനെയും പുകഴ്ത്തും. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മലയാള സിനിമാ നടനുണ്ട്, വിനയകുമാർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പരസ്യമായിട്ട് ആൾക്കാർ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നടനാണ്. അതെ അതെ. അപ്പൊ രജനീകാന്ത് ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ വളരെ അതിശയിച്ചു പോയി. കാരണം ഈ ഒരു തമിഴ്നാട്ടിലെ പ്രമുഖ ഗാന്ധിയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, തമിഴരുവി മണിയൻ. അയാൾ നല്ലൊരു രാഷ്ട്രീയ ചിന്തകനൊക്കെയാണ്. സാധാരണക്കാരന്റെ ശൈലിയിൽ സംസാരിക്കുകയും നല്ലൊരു രാഷ്ട്രീയം വേണം എന്നൊക്കെ പറഞ്ഞ ആളാണ്. അദ്ദേഹം നരേന്ദ്രമോദിനെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ആശീർവാദത്തോടു കൂടിയാണ് രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തത്. അർജുൻ മൂർത്തി എന്ന് പറഞ്ഞ ഒരു പഴയ DMK കാരനാണ് രജനീകാന്തിന്റെ മറ്റൊരു അഡ്വൈസർ ആയിരുന്നു. എന്നിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് രജനീകാന്ത് പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല, എനിക്ക് വയ്യ, ഞാൻ എന്റെ വീട്ടിലിരിക്കാൻ പോവാ, സിനിമ കിട്ടാണെങ്കിൽ അഭിനയിച്ച് വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയാൻ പോവാണ്. അത് വല്ലാതെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. രാഷ്ട്രീയ പ്രവേശനം വിളംബരം ചെയ്യാൻ പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ വെച്ച് ഞാനില്ല എന്ന് പറയുന്നു. അതെന്താ ശരിക്കും അന്ന് സംഭവിച്ചത്? അതെ, ഈ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പേടിപ്പിച്ചിട്ടുണ്ടാവും. സുനിൽ, ഈ രജനീകാന്തിന്റെ ഭാര്യയല്ലേ ലതാ രജനീകാന്ത്, ഇപ്പോ സംഘടന ഉണ്ടാക്കുന്നു പറഞ്ഞവർ. അതെ അതെ, അവര് ഒരു നല്ല കഥാപാത്രമൊന്നും അല്ല. കാരണം അവർക്കെതിരെ കണ്ടമാന ആരോപണങ്ങൾ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, ഫിനാൻഷ്യൽ എംബസിൽമെന്റ്, ഇങ്ങനെ ധനദുർവിനിയോഗം, ധന അപഹരണം, ഇങ്ങനെയൊക്കെയുള്ള പല കേസുകൾ അവർക്കെതിരെ വന്നിട്ടുണ്ട്, എത്രയോ കോടി രൂപകളൊക്കെ. അപ്പൊ അവര് സ്ഥലം മേടിച്ച്, അവരുടെ സ്കൂൾ പണിയാനായിട്ട് അവർ സ്ഥലം മേടിച്ചത് തന്നെ, അവർക്ക് വലിയ സ്കൂളുണ്ട് കേട്ടോ, ഹൈ എൻഡ് സ്കൂളാണ്. D സ്കൂൾ എന്ന് പറഞ്ഞാൽ ചെന്നൈയില് അടയാറില് ഒരു ഭയങ്കര പൈസക്കാരുടെ മക്കൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അവിടെ, അത്ര വലിയ സ്കൂളാണത്. അപ്പൊ ആ സ്കൂൾ തുടങ്ങാൻ വേണ്ടി അവർ സ്ഥലമൊക്കെ മേടിച്ചതിൽ എന്തൊക്കെയോ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായം ആവശ്യമുണ്ട്. അപ്പൊ പത്രത്തിൽ അതിനെ കുറിച്ചിട്ടൊക്കെ വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു ഒരു കാലത്ത്. ഏതായാലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ല, മാറി. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ്, പക്ഷേ ഈ ലതാ രജനീകാന്തിന് ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വേണ്ട, എന്തെങ്കിലും തരത്തിലെ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം വേണ്ട. ഇവർക്ക് അതൊന്നുമില്ല. രജനീകാന്തിന്റെ പേര് ഉപയോഗിക്കാനായിരിക്കും. അത്രേ ഉള്ളൂ. ഒരു പഞ്ചനക്ഷത്ര സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സപ്തനക്ഷത്ര സമൂഹത്തിൽ ഒരു റാണിയായിട്ടാണ് ലതാ രജനീകാന്ത് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ അവരുടേതായ ഒരു ചില സർക്കിളുണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്ത് മൂവ് ചെയ്യുന്നവരാണ് അവര്. ഇപ്പൊ 70 വയസ്സിനടുത്ത് പ്രായമുണ്ട് അവർക്ക്. ഈ പ്രായത്തിൽ ഇനിയിപ്പോ അവരിനി എന്ത് ചെയ്യാനായിട്ടാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവര് പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നു, മക്കൾ മേട എന്നൊക്കെ പറഞ്ഞൊരു സംഘടന. മക്കൾ മേട എന്നാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ സഹായിക്കാനാണെന്ന് പറയുന്നു. സഹായിക്കുക എന്നുള്ളതല്ല, എനിക്ക് ആകെ കൂടി ഒരു ആകർഷണീയത തോന്നുന്നില്ല. അതിലൊരു ഘടകമുണ്ട് സുനിൽ.
അവര് പറയുന്നത് സാധാരണക്കാരൻ, അതായത് ദരിദ്രരിൽ ദരിദ്രനായിട്ട് സമൂഹത്തിലുള്ളവർക്കും ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കാനുമായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. പിന്നെ അവർ പറയുന്നത് ഇന്റർവ്യൂ അവർ പറഞ്ഞത് ഞാൻ ചേഞ്ച് മേക്കേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പ്രാദേശിക നേതാക്കളെയും ലോക്കൽ നേതാക്കളെയും പ്രാപ്തരാക്കിയാണ് അവരുടെ ലക്ഷ്യം. അതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൊട്ട് അധ്യാപകര്, അതുപോലെ മറ്റ് പ്രൊഫഷണലുകൾ തൊട്ട് ഗ്രാമീണര് വരെ ഉള്ള ഒരു കളക്റ്റീവ് ആയിരിക്കും അത്. അല്ല, ഇത് എന്നോടൊരാൾ പറഞ്ഞു വിജയെ വീഴ്ത്താൻ വേണ്ടി ഭാര്യയെ മുൻനിർത്തി രജനീകാന്തിന്റെ കളിയാണ് എന്ന് പറയാമോ? നമുക്കത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രജനീകാന്തിന് സുഖമല്ല, അയാൾക്ക് വയ്യാൻ, അയാൾക്ക് ഇപ്പോഴും അയാള് പൂർണ്ണമായിട്ട് ആരോഗ്യമൊന്നും വീണ്ടെടുത്തിട്ടില്ല. പിന്നെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന രജനീകാന്ത് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ അത് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. 75 വയസ്സ് 76 വയസ്സ് പ്രായം. പക്ഷെ സാർ ദീർഘകാലം തമിഴ്നാട്ടിൽ വർക്ക് ചെയ്ത ആളാണല്ലോ. ഈ വിജയേക്കാളും ജനപിന്തുണ ഉള്ള ആളാണോ രജനീകാന്ത്? രജനീകാന്തിന് ജനങ്ങളുടെ ഇടയിൽ വളരെ സ്വീകാര്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഈ സിനിമാ നായകൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ തമിഴ് സിനിമയിൽ. എല്ലാം പൂവമ്പഴന്മാരാണല്ലോ. MGR, ശിവാജി ഗണേശൻ ആണെങ്കിലും അജിത് ആണെങ്കിലും വിജയ് ആണെങ്കിലും എല്ലാം നല്ല ചോക്ലേറ്റ് ബോയ്സ് ആണ്, എല്ലാം കോംപ്ലാൻ ബോയ്സ് ആണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ സ്വന്തം എന്താ പറയുന്ന രൂപത്തിലും വ്യക്തിത്വത്തിലും ഒരു മാറ്റം വരുത്താതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ രജനീകാന്തിന് വലിയ ഇഷ്ടമുണ്ട്. അപ്പൊ ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഡാർക്ക് കളറാണ് ഇദ്ദേഹത്തിന്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്നല്ലേ ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം കർണാടകക്കാരനാണ്. അപ്പോ ഒരു സിനിമാ നടനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യത പോലും ഇല്ല. അപ്പൊ നമ്മുടെ മലയാളത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു ഒരു നടനുണ്ട്, ആദം അയ്യൂബ് എന്ന് പറഞ്ഞിട്ട്. ഈ ആദം അയ്യൂബിന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു രജനീകാന്ത് ഇവിടെ ചെന്നൈയിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്. അപ്പൊ ഈ ആദം അയ്യൂബ് ഭയങ്കര ഹാൻസം ആണല്ലോ, കാണാൻ നല്ല വെളുത്ത് സുമുഖനായിട്ടുള്ള പൊക്കമുള്ള നല്ല ശരീരമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇയാൾ ആദം അയ്യൂബിന്റെ അടുത്ത് പറയും, നിങ്ങളൊക്കെ പഠിച്ച് ഇവിടുന്ന് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഏതെങ്കിലും സംവിധായകൻ കൊത്തിയെടുത്തുകൊണ്ട് പോകും നിങ്ങളെ സിനിമയിൽ നായകനാവും, എനിക്ക് നിങ്ങളുടെ സിനിമയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രായുടെ റോളെങ്കിലും മേടിച്ചു തരണം കേട്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞ് കാലം മാറി അവസാനം രജനീകാന്തിന് ഈ അയ്യൂബിനെ ഏതെങ്കിലും സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ സിനിമാക്കാരുടെ ഇടയിൽ സിനിമ ആരാധകരുടെ ഇടയിൽ രജനീകാന്തിന് ഒരു വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ വിജയകാന്ത് അതിന് ശേഷമാണല്ലോ വന്നത്. ഈ വിജയകാന്തിനെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? കറുപ്പ് രജനീകാന്ത് കേട്ടിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ രജനീകാന്ത്. ഇവിടെ നമ്മുടെ നടൻ സിദ്ദിഖിന് പണ്ട് വിളിക്കാറില്ലേ പാവപ്പെട്ടവരുടെ മമ്മൂട്ടി എന്ന് പറയുന്നത്. അല്ല, അത് നമ്മുടെ എറണാകുളത്തെ പഴയ കളക്ടറായിരുന്ന KR വിശ്വനാഥനാണ് പാവങ്ങളുടെ മമ്മൂട്ടി എന്ന് വിളിക്കുന്നത്. കാരണം മമ്മൂട്ടിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നല്ലോ പുള്ളി. അല്ലെ, സിദ്ദിഖിനെയും വിളിച്ചാലും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരു സംഘടന രൂപീകരിക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്ന അതിപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. മാറ്റം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല. രാഷ്ട്രീയത്തിൽ എന്തും നടക്കാമല്ലോ. കാരണം വിജയ് ജോസഫ് ഇപ്പൊ ഒരു പരാജയമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യമേ പറയാറുണ്ടായിരുന്നില്ലേ സുനിലിന്റെ അടുത്ത്, ഇയാളൊരു ക്രൈസ്തവ മത മൗലികവാദിയാണ്. ഇപ്പൊ കണ്ടില്ലേ തിരുപ്പറംകുണ്ട്രം ക്ഷേത്രത്തിൽ ദീപം കത്തിക്കല്ല എന്ന് പറഞ്ഞ് കണ്ടില്ലേ? സുപ്രീം കോടതി വരെ പറഞ്ഞത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അത് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് കാണാനില്ല. അതുകൊണ്ടല്ലേ അവർ ഇയാളെ സെലക്ട് ചെയ്തത്. സ്റ്റാലിൻ ഒരു പരാജയമാണ്, അതേപോലെ ഉദയനിധി സ്റ്റാലിൻ ഒരു പരാജയമാണ്, എടപ്പാടി പഴനിസ്വാമിയാണ് ഏറ്റവും വലിയ പരാജയമാണ്. അപ്പൊ ഒരു വലിയ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ നേതൃത്വത്തില്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വത്തില് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്, ഒരു വിടവുണ്ട്. ആ ഗ്യാപ്പില് പറ്റിയ ഒരാൾ ഇതുവരെ കരിസ്മ ഉള്ള ജയലളിതയുടെയോ അതല്ലെങ്കിൽ MGRന്റെയോ കരിസ്മയുള്ള ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം എന്ന് പറയുന്നു. പക്ഷെ
ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നൊന്നും അറിയില്ല. കാരണം അവരുടെ കുടുംബജീവിതത്തിലേക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ലതാ രജനീകാന്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വല്ലാത്തൊരു ഞെട്ടലും ആകാംക്ഷയും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഒരു പുതിയൊരു സംഭവം വരുമ്പോൾ, ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു പോകുമല്ലോ. അതെ അതെ, ഒരു കൗതുകം അല്ലേ? അതെ അതെ. ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും തമിഴ്നാട്ടിലുണ്ട് സുനിൽ. കാരണം ഈ രാഷ്ട്രീയക്കാരെയും പിന്നെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ, അതായത് പണ്ട് ഒരു പൊൻരാജ് ഉണ്ടായിരുന്നു, നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ടെക്നിക്കൽ സെക്രട്ടറി, ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു അയാളുടെ പ്രധാന ജോലി കലാം എന്ത് പ്രസംഗിച്ചാലും ഉടനെ അത് അപ്ഡേറ്റ് ചെയ്യുക, കൂടെ കമ്പ്യൂട്ടറിൽ കൊണ്ട് നടന്ന് കലാമിന്റെ വെബ്സൈറ്റിലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ വെബ്സൈറ്റിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവസാനം കലാം രംഗം വിട്ടു. കലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ എന്തോ ഇതൊക്കെ ഉണ്ടാക്കി കുറെ നാള് അതിന്റെ പുറകെ നടന്നു. ഇപ്പൊ അയാൾ ഏതൊക്കെയോ വേറെ ഏതോ രാഷ്ട്രീയ പാർട്ടി മെമ്പറായി. ഇപ്പൊ അയാളെ പറ്റി കേൾക്കാൻ കൂടിയില്ല. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ കലാമാണ് നമ്മുടെ അണ്ണാമലയുടെ റോൾ മോഡൽ. അതെ, അതിന് എത്ര നാള് കലാമിനെ കൊണ്ട് നടക്കുന്നത്. കലാം തന്നെ ഒരു ഊതി വീർപ്പിച്ച ബലൂണാ, ടു ബി ഫ്രാങ്ക് വിത്ത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. സയന്റിഫിക് ആയിട്ട് ഈ കലാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു സുനിൽ? എന്തെങ്കിലും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും ശാസ്ത്രജ്ഞനാണെന്നൊക്കെ പറയും. അദ്ദേഹം കുറെ അമേരിക്കൻ മാനേജ്മെന്റ് പുസ്തകമൊക്കെ വായിച്ച് അതിലുള്ള കോട്ടൊക്കെ നോട്ട് ചെയ്ത് അതുകൊണ്ട് ജനങ്ങളുടെ മുറത്തിട്ട് അടിച്ചു കേൾപ്പിക്കാന്നല്ലാണ്ട് അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല. പിന്നെ ഹി വാസ് എ ഗുഡ് മാനേജർ, നല്ലൊരു ഗുഡ് ഷോമാൻ ആയിരുന്നു. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഹി വാസ് എ ഗുഡ് ഷോമാൻ. തിരുവനന്തപുരത്ത് വന്നാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ പോയി ആ ബെഞ്ചിലിരുന്ന് കഞ്ഞി കുടിക്കും. ഞാൻ ആ കലാവിരുദ്ധ ബെഞ്ചിൽ പോയിരുന്നു, ഞാനും കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പക്ഷെ സുനിലൊക്കെ എത്രയോ ഭേദം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കലാമിന് വലിയ ആരാധകർ നമ്മുടെ നാട്ടിലുണ്ട്. അത് അവരെ നമ്മൾ മുറിവേൽപ്പിക്കണ്ട. അതൊന്നും പറയാനില്ല, ഞാൻ അതൊന്നും പറയാനില്ല. കലാം വാസ് എ ഗുഡ് മാൻ. പക്ഷെ ഉള്ളിൽ അത് ഷോമാൻ ആയിരുന്നു ഈ പറഞ്ഞ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവരെല്ലാം ജനം അറിയുകയും ഓർക്കുകയും ചെയ്യുന്നുള്ളൂ. അതൊരു നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവാണ്.